വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ടു ഇംപ്രൂവ് ഇംഗ്ലീഷ് റൈറ്റിംഗ്. ഇപ്പോൾ റൈറ്റിംഗ് ആയാലും സ്പീക്കിംഗ് ആയാലും പ്രസന്റ് കണ്ടിന്യൂസ്, സിമ്പിൾ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ, ഇതൊക്കെ പ്രധാനം തന്നെയാണ്. 12 ടെൻസസിൽ ഈ ഒരു 5 ടെൻസ് ഉണ്ട്. അത് നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് റൈറ്റിംഗ് ആയാലും സ്പീക്കിംഗ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിലും എന്താണെങ്കിലും ഇറ്റ് വിൽ ഹെൽപ്പ് യു. അപ്പോൾ ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസിന്റെ കണ്ടിന്യൂസ് ടെൻസ് അത് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഉപയോഗിക്കുക? ഫോർ സംതിങ് ദാറ്റ് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ, അറ്റ് ദ മൊമെന്റ്. റൈറ്റ് നൗ വാട്ട്സ് ഹാപ്പനിങ്, അറ്റ് ദ മൊമെന്റ് വാട്ട്സ് ഹാപ്പനിങ്. അങ്ങനെയുള്ള അവസരങ്ങൾ അത് പറയാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അത് എഴുതാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. സംതിങ് ദാറ്റ് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ, at the moment. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പ്രസന്റിൽ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ആ സമയത്ത്, അറ്റ് ദ മൊമെന്റ് അല്ലെങ്കിൽ നൗ ഇറ്റ്സ് ഹാപ്പനിങ് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള സെന്റൻസുകളാണ് ഉപയോഗിക്കേണ്ടത്. അത് സംസാരിക്കുകയാണെങ്കിലും ശരി, ഇല്ല എഴുതാനാണെങ്കിലും ശരി, എന്താണെങ്കിലും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ ഇവിടെ ഈ സെന്റൻസുകളെല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് ഏത് കോണ്ടെക്സ്റ്റിലാണെന്ന് വെച്ചാൽ, യു ആർ സ്റ്റാൻഡിങ് നിയർ ദ ഗേറ്റ് ആൻഡ് യു ആർ ലുക്കിംഗ് ഔട്ട്സൈഡ്. നിങ്ങൾ ഗേറ്റിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അവിടെ എന്തൊക്കെ കാണുന്നു എന്നുള്ള ആ ഒരു അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് സെന്റൻസ്, 3 സെന്റൻസേ ഇതിലുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എത്ര സെന്റൻസ് വേണമെങ്കിലും എഴുതാം. നിങ്ങൾക്ക് ടു ഇംപ്രൂവ് റൈറ്റിംഗ് നിറയെ സെന്റൻസുകൾ യു ഹാവ് ടു റൈറ്റ്. സിമ്പിൾ സെന്റൻസുകൾ മാത്രം എഴുതുക. തുടക്കത്തിൽ അത് മാത്രം മതി. അതിൽ നമ്മൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് കോമ്പൗണ്ട്, കോംപ്ലക്സ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ കം. യു ആർ സ്റ്റാൻഡിങ് നിയർ ദ ഗേറ്റ് ആൻഡ് യു ആർ ലുക്കിംഗ് ഔട്ട്സൈഡ്. നിങ്ങൾ അവിടെ നിൽക്കുന്നു, പുറത്തേക്ക് നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. അതിനെ ബേസ് ചെയ്തിട്ട് ഇനി എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത് നോക്കുക. അപ്പൊ നമുക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പ്രസന്റ് കണ്ടിന്യൂസിലാണ് പറയേണ്ടത്. മൈ നെയ്ബർ ഈസ് ടോക്കിംഗ് ടു സം പേഴ്സൺസ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹൗസ്. നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, നിങ്ങളുടെ നെയ്ബർ അയാളുടെ വീട്ടിന്റെ മുന്നിൽ കുറച്ച് ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വെർബ് എന്താണ്? ഈസ് ടോക്കിംഗ്. ബി വെർബും പ്ലസ് മെയിൻ വെർബ് ഇൻ ING ഫോം. മൈ നെയ്ബർ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ടാണ് ഈസ്. ഇനി അവിടെ ദേ എന്നാണെങ്കിലോ പ്ലൂറൽ ആണെങ്കിലോ ദേ ആർ ടോക്കിംഗ്. വി ആണെങ്കിലോ വി ആർ ടോക്കിംഗ്. ഹി, ഷീ, ഇറ്റ് എന്നൊക്കെ വരുമ്പോൾ ഈസ് തന്നെ. ഐ ആണെങ്കിലോ ഐ ആം ടോക്കിംഗ്. ഐ ആം ടോക്കിംഗ് ടു സം പേഴ്സൺസ് നൗ എന്നൊക്കെ പറയാം. അപ്പൊ ഇവിടെ ഈ ഒരു കാഴ്ച നിങ്ങൾ കാണുന്നു. ഇനി എന്താണ് കാണുന്നത്? വൺ വെജിറ്റബിൾ വെൻഡർ ഈസ് സെല്ലിംഗ് വെജിറ്റബിൾസ്. എ വെജിറ്റബിൾ വെൻഡർ അല്ലെങ്കിൽ എ വെജിറ്റബിൾ സെല്ലർ ഈസ് സെല്ലിംഗ് വെജിറ്റബിൾസ്. ഒരു പച്ചക്കറി വിൽക്കുന്ന ആള് തന്റെ പച്ചക്കറി വിറ്റുകൊണ്ടിരിക്കുന്നു. അതാണ് അടുത്ത കാഴ്ച. നിങ്ങൾ എന്താ ചെയ്യണേ? യു ആർ സ്റ്റാൻഡിങ് നിയർ ദ ഗേറ്റ് ആൻഡ് ലുക്കിംഗ് ഔട്ട്സൈഡ്. അപ്പൊ കാണുന്നവയാണ് ഇതെല്ലാം. എ വെജിറ്റബിൾ വെൻഡർ ഈസ് സെല്ലിംഗ് വെജിറ്റബിൾസ്. ഇനി അതല്ല, നിങ്ങൾക്ക് എ ഫ്രൂട്ട് സെല്ലറെയാണ് കാണാൻ പറ്റുന്നതെങ്കിൽ അത് എഴുതുക. എ ഫ്രൂട്ട് സെല്ലർ ഈസ് സെല്ലിംഗ് ഹിസ് ഫ്രൂട്ട്സ്. ഇനി ഫിഷ് ആണെങ്കിലോ അതിനനുസരിച്ച് ഫിഷ് സെല്ലർ വെജിറ്റബിൾ വിൽക്കുന്നു എന്നൊന്നും എഴുതരുത്. എന്താണ് വിൽക്കുന്നത്, അത് ആ വിൽക്കുന്ന ആൾ എന്താണോ വിൽക്കുന്നത് അത് നീറ്റായിട്ട് സെന്റൻസിൽ എഴുതുക. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാതെ ഒരു ഫിഷ് സെല്ലർ വെജിറ്റബിൾ വിൽക്കുന്നു എന്നൊന്നും സെന്റൻസ് എഴുതരുത്. വെജിറ്റബിൾ വെൻഡർ ഈസ് സെല്ലിംഗ് വെജിറ്റബിൾസ്. വണ്ണിന് പകരം എ എന്ന് എഴുതാം. എ ആൻ ഒക്കെ കാണിക്കുന്നത് വൺ എന്നുള്ളത് തന്നെയാണ്. എ വെജിറ്റബിൾ വെൻഡർ ഈസ് സെല്ലിംഗ് വെജിറ്റബിൾസ്. അങ്ങനെ ഒരു കാഴ്ച കണ്ടു. സംവൺ ഈസ് വാക്കിംഗ് അലോങ് ദ റോഡ്. പിന്നെ എന്താ കാണുന്നത്? സംവൺ ഈസ് വാക്കിംഗ് അലോങ് ദ റോഡ്. റോഡിലൂടെ ആരോ നടന്നു പോകുന്നു. നിങ്ങൾക്കറിയാത്ത വ്യക്തി ആയതുകൊണ്ടാണ് സംവൺ എന്ന് എഴുതിയിരിക്കുന്നത്. സംവൺ ഈസ് വാക്കിംഗ് അലോങ് ദ റോഡ്. ഈസ് വാക്കിംഗ് അതായത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ നിങ്ങൾ നോക്കുന്ന ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രസന്റ് കണ്ടിന്യൂസ്. സംവൺ ഈസ് വാക്കിംഗ് അലോങ് ദ റോഡ്.
സം ഡോഗ്സ് ആർ റണ്ണിങ്, അങ്ങനെ എഴുതാം. സം ഡോഗ്സ് ആർ റണ്ണിങ് അലോങ് ദ റോഡ്. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. എന്ത് കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ ഏത് വെർബ് നിങ്ങൾക്കറിയാം, അതിനെ ബേസ് ചെയ്തുകൊണ്ട് സെന്റൻസുകൾ എഴുതുക. എന്താണ് പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, അത് പ്രസന്റ് കണ്ടിന്യൂസിലായിരിക്കണം. കാരണം യു ആർ സ്റ്റാൻഡിങ് നിയർ ദ ഗേറ്റ് ആൻഡ് ആൾസോ യു ആർ ലുക്കിംഗ് ഔട്ട്സൈഡ്. അതുകൊണ്ട് പ്രസന്റ് ടെൻസിലുള്ളത് എഴുതുക. അപ്പം നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്ത് എഴുതുന്നത് എന്നുള്ളത് കൊണ്ട്. അപ്പൊ നിറയെ സെന്റൻസുകൾ എഴുതാൻ ശ്രമിക്കുക. മൈ നെയ്ബർ ഈസ് വേവിങ് ഹാൻഡ്സ് ടുവേർഡ്സ് മീ. മൈ നെയ്ബർ, വേറെ അപ്പുറത്തുള്ള നെയ്ബർ എന്നെ നോക്കിയിട്ട് കൈവീശി, അങ്ങനെയൊക്കെ എഴുതാം. മൈ ഫ്രണ്ട് ഈസ് വേവിങ് ഹിസ് ഹാൻഡ്സ് ടുവേർഡ്സ് മീ. അങ്ങനെ കുറച്ച് സെന്റൻസുകൾ എഴുതുക. റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ സെന്റൻസുകൾ എഴുതുക. നിങ്ങളുടെ ഏത് സിൻസിയർ ആയിട്ടുള്ള എഫേർട്ടിനും ഫലമുണ്ട്, റിസൾട്ട് ഉണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കുക. പ്രസന്റ് കണ്ടിന്യൂസിൽ ഇനി അടുത്തത്. ഇതുവരെ നിങ്ങൾ എന്താ ചെയ്ത്, യു ആർ സ്റ്റാൻഡിങ് നിയർ ദ ഗേറ്റ് ആൻഡ് ലുക്കിംഗ് ഔട്ട്സൈഡ് ആയിരുന്നു. പക്ഷെ അതൊക്കെ നിർത്തി പിന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് ഗേറ്റ് ഒക്കെ അടച്ച് ക്ലോസ് ചെയ്ത് വീട്ടിലേക്ക് വരുന്നു. അപ്പൊ അവിടെ എന്തൊക്കെയാണ് ഓരോരുത്തർ ചെയ്യുന്നത് ആ സമയത്ത്? അതാണ് ഇപ്പോൾ ഇതിൽ ഈ സെന്റൻസുകളെല്ലാം ബേസ് ചെയ്തിരിക്കുന്നത്. മൈ പാരൻസ് ആർ ടോക്കിംഗ് ടു ഈച്ച് അതർ. എന്താ പാരൻസ് ചെയ്യുന്നത്? തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മൈ പാരൻസ് ആർ ടോക്കിംഗ് ടു ഈച്ച് അതർ. അവിടെ പാരൻസ് എന്നുള്ളത് കൊണ്ടാണ് ആർ. മൈ ഗ്രാൻഡ് പാരൻസ് ആർ ടോക്കിംഗ് ടു ഈച്ച് അതർ. എന്ത് വേണമെങ്കിലും എഴുതാം. ഇനി എന്താ, ഇല്ല അങ്ങനെയല്ല. മൈ മദർ ഈസ് ക്ലീനിങ് ദ ടേബിൾ, മൈ ഫാദർ ഈസ് വാച്ചിങ് TV. അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് എഴുതണമെങ്കിലും എഴുതാം. ഇവിടെ നമ്മൾ എങ്ങനെയാ എടുത്തിരിക്കുന്നത്? മൈ പാരൻസ് ആർ ടോക്കിംഗ് ടു ഈച്ച് അതർ. അച്ഛനും അമ്മയും പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മൈ പാരൻസ് ആർ ടോക്കിംഗ് ടു ഈച്ച് അതർ. മൈ സിസ്റ്റർ ഈസ് ലിസണിങ് ടു സം മ്യൂസിക്. സിസ്റ്റർ എന്താ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഷീ ഈസ് ലിസണിങ് ടു സം മ്യൂസിക്. അവള് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. ഇനി അങ്ങനെയല്ല, ഷീ ഈസ് പ്ലേയിങ് വിത്ത് അവർ ഡോഗ്. എന്ത് വേണമെങ്കിലും എഴുതാം, പക്ഷെ എഴുതുക. കുറെ സെന്റൻസുകൾ എഴുതുക. നിങ്ങൾക്ക് കഴിയും. ഇമാജിൻ സിറ്റുവേഷൻസ്. ഇമാജിനേഷൻ വിൽ ഹെൽപ്പ് യു ടു റൈറ്റ് ലോട്ട്സ് ഓഫ് സെന്റൻസസ്. മൈ ഗ്രാൻഡ് ഫാദർ ഈസ് റീഡിംഗ് ദ ന്യൂസ് പേപ്പർ. എന്താണ് ഗ്രാൻഡ് ഫാദർ ചെയ്യുന്നത്? മൈ ഗ്രാൻഡ് ഫാദർ ഈസ് റീഡിംഗ് ദ ന്യൂസ് പേപ്പർ. മൈ ഗ്രാൻഡ് മദർ ഈസ് ടോക്കിംഗ് ഓൺ ദ ഫോൺ. ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറച്ച് സെന്റൻസുകൾ എഴുതുക പ്രസന്റ് കണ്ടിന്യൂസിൽ. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ്. അതായത് ആ സമയത്ത് എന്താണോ നിങ്ങൾ നോക്കുമ്പോൾ അവർ ചെയ്യുന്നത് അത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് വേണ്ടത്. ഫോണിലും കൂടി ചോദിക്കും ചിലവർ, എന്താണ് നിന്റെ അനിയൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിന്റെ അച്ഛൻ എന്താ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ആ സമയത്ത് നമുക്ക് മറുപടി പറയണമെങ്കിൽ ഇതാണ് പറ്റുക. അപ്പൊ നിങ്ങൾ പോയി നോക്കും, ഫ്രണ്ടിൽ പോയി നോക്കുമ്പോൾ അമ്മ അവിടെ ഇരുന്ന് പേപ്പർ വായിക്കുന്നുണ്ട്. അപ്പൊ എന്ത് പറയും? മൈ മദർ ഈസ് റീഡിംഗ് ന്യൂസ് പേപ്പർ. മൈ സിസ്റ്റർ ഈസ് സ്റ്റഡിയിങ്. അങ്ങനെയൊക്കെ പറയണമെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസിലാണ് പറയേണ്ടത്. അതുകൊണ്ട് നിറയെ സെന്റൻസുകൾ എഴുതുക. സിമ്പിൾ സെന്റൻസുകൾ മാത്രം ആദ്യം എഴുതുക. അതിനുശേഷം പിന്നീട്, ഇപ്പോഴൊന്നുമല്ല, ഫസ്റ്റ് നിങ്ങൾ ഇതിൽ ഫ്ലുവൻ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് കോമ്പൗണ്ട് സെന്റൻസും കോംപ്ലക്സ് സെന്റൻസും ഒക്കെ എഴുതാൻ സ്വയം സാധിക്കും. വെർ ഈസ് ജോൺ? ജോൺ എവിടെയാണ്? ഇപ്പോൾ ഒരു വീട്ടിലേക്ക് ഫ്രണ്ട് വന്നു, ചോദിക്കുകയാണ് ഫ്രണ്ട് എവിടെ, എന്താണ് അവൻ ചെയ്യുന്നത്? വാട്ട് ഈസ് ഹീ ഡൂയിങ്? ഹീ ഈസ് പ്രിപ്പയറിംഗ് കോഫി. അപ്പോൾ വെർ ഈസ് ജോൺ എന്നുള്ളതിന് മറുപടികളാണ്. ഹീ ഈസ് പ്രിപ്പയറിംഗ് കോഫി. ഇനിയല്ല, നിങ്ങൾക്ക് വേറെ ഇങ്ങനെ കുറച്ച് ഒരു സെന്റൻസ്, ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കൊണ്ട് അതിന്റെ ആൻസർ നിങ്ങൾ എഴുതുക. ഹീ ഈസ് പ്രിപ്പയറിംഗ് കോഫി എന്നൊന്നും വേണ്ട. ഹീ ഈസ് ലിസണിങ് ടു മ്യൂസിക്. ഹീ ഈസ് വാച്ചിങ് TV. ഹീ ഈസ് റീഡിങ് ന്യൂസ് പേപ്പർ. ഹീ ഈസ് ലേണിംഗ്. ഹീ ഈസ് റീഡിങ് എ ന്യൂ ബുക്ക്. ഹീ ഈസ് സ്ലീപ്പിംഗ്. എന്ത് വേണമെങ്കിൽ എഴുതാം, പക്ഷെ എഴുതണം. ഇമാജിനേഷൻ മാത്രമേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഇമാജിൻ എ സിറ്റുവേഷൻ ആൻഡ് റൈറ്റ്. ഹീ ഈസ് പ്രിപ്പയറിംഗ് കോഫി. ഇനി അല്ല, ഇത് നെഗറ്റീവായിട്ട് പറയണമെങ്കിൽ അപ്പോഴേക്കും നമ്മൾ പറഞ്ഞു ഹീ ഈസ് പ്രിപ്പയറിംഗ് കോഫി എന്ന്. അപ്പൊ ആ വീട്ടിലുള്ള വേറൊരാൾ പറയാണ്, അല്ല, ഹീ ഈസ് നോട്ട് പ്രിപ്പയറിംഗ് കോഫി, ഹീ ഈസ് വാച്ചിങ് TV.
അപ്പൊ നെഗറ്റീവായിട്ട് പറയണമെങ്കിൽ ഈ പ്രസന്റ് കണ്ടിന്യൂസിലൊക്കെ ഹെൽപ്പിംഗ് വെർബായിട്ട് ബി വെർബ് ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നോട്ട് ചേർക്കാവുന്നതാണ്. ഹെൽപ്പിംഗ് വെർബ് കഴിഞ്ഞതും നോട്ട് ചേർക്കുക. ഹി ഈസ് നോട്ട് പ്രിപ്പയറിംഗ് കോഫി, ഹി ഈസ് നോട്ട് റീഡിംഗ് ബുക്സ്, ഹി ഈസ് നോട്ട് വാച്ചിങ് TV. അപ്പൊ അങ്ങനെ കുറച്ച് സെന്റൻസുകൾ എഴുതിയാലേ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു നെഗറ്റീവ് സെന്റൻസിന്റെ ഫോർമേഷൻ അറിയുള്ളൂ. ഹി ഈസ് നോട്ട് പ്രിപ്പയറിംഗ് കോഫി, ഹി ഈസ് നൗ റീഡിംഗ് ബുക്സ്, ഹി ഈസ് നൗ വാച്ചിങ് TV, he is listening to music. അപ്പൊ അങ്ങനെ കുറച്ച് സെന്റൻസുകൾ എഴുതുക. സിൻസിയർ എഫേർട്ട് ഓടുകൂടി നിങ്ങൾക്ക് നിങ്ങളെ ഇംപ്രൂവ് ചെയ്യാം. ടു ഇംപ്രൂവ് റൈറ്റിംഗ് സ്കിൽ ഓർ സ്പീക്കിംഗ് വാട്ടെവർ. they are having lunch. അവർ ലഞ്ച് കഴിക്കുന്നു എന്നാണ് പറയുന്നത്. കഴിച്ചുകൊണ്ടിരിക്കുന്നു. they are having lunch. at the moment എന്താണ് അവിടെ നടക്കുന്നത്? they are having lunch. ഇനി ഷീ ആണെങ്കിലോ ഷീ ഈസ് ഹാവിംഗ് ലഞ്ച്. ഇനി ഐ ആണ് സബ്ജക്റ്റ് എങ്കിലോ ഐ ആം ഹാവിംഗ് ലഞ്ച്. വൈ ഈസ് ഷീ ലാഫിംഗ്? ഇനി നിങ്ങൾക്കറിയാം ക്വസ്റ്റ്യനുകൾ മെയിൻ ആയിട്ടും എസ് ഓർ നോ ക്വസ്റ്റ്യനും ഉണ്ട്, WH ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, ഇൻഫോർമേഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നവ. അപ്പൊ അങ്ങനെ ഈ എസ് ഓർ നോ ക്വസ്റ്റ്യന്റെ ഫോർമേഷൻ വളരെ ഈസിയാണ്. ഇപ്പോ ഹീസ് പ്രിപ്പയറിംഗ് കോഫി എന്നുള്ളതിനെ നമുക്കൊരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ വളരെ ഈസിയാണ്. ഈസ് ഹി പ്രിപ്പയറിംഗ് കോഫി എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടണമെന്ന് മാത്രം. ഈസ് ഹി പ്രിപ്പയറിംഗ് കോഫി, അതായത് ഫസ്റ്റ് ഓക്സിലറി വെർബ് അഥവാ ഹെൽപ്പിംഗ് വെർബ് എഴുതുക, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് എഴുതുക, അത് കഴിഞ്ഞിട്ട് മെയിൻ വെർബ് എഴുതുക, അത് കഴിഞ്ഞിട്ട് എന്താണ് ഇൻഫോർമേഷൻ വെച്ചാൽ അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്ക്. അതാണ് പ്രധാനം. ക്വസ്റ്റ്യൻസിൽ ക്വസ്റ്റ്യൻ മാർക്ക് വേണം. ഹി ഈസ് പ്രിപ്പയറിംഗ് കോഫി എന്നുള്ളതിനെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കുകയാണെങ്കിൽ ഈസ് ഹി പ്രിപ്പയറിംഗ് കോഫി, അവൻ കോഫി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അങ്ങനെ ഇനി WH വേർഡ് ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലോ വൈ ഈസ് ഷീ ലാഫിംഗ്, എന്താണ് അവൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? വൈ ഈസ് ഷീ ലാഫിംഗ്, എന്തിനാണ് അവൾ ചിരിക്കുന്നത്? റീസൺ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. വൈ എന്ന് പറയുന്നത് റീസൺ അറിയണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. വൈ ഈസ് ഷീ ലാഫിംഗ്. ഈസ് ഷീ ലാഫിംഗ് എന്നാണെങ്കിലോ അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി. എന്നാൽ അതിന് ഫസ്റ്റ് WH വേർഡായ വൈ ചേർത്താൽ അതൊരു ഇൻഫോർമേഷൻ ക്വസ്റ്റ്യൻ ആയി. വൈ ഈസ് ഷീ ലാഫിംഗ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെയാ വരിക? ഈസ് ഷീ ലാഫിംഗ്. ഇനി അതിനൊരു സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് ആക്കണമെങ്കിൽ ഷീ ഈസ് ലാഫിംഗ്. അപ്പൊ ഷീ ഈസ് ലാഫിംഗ് എന്നുള്ളതിനെയാണ് വൈ ഈസ് ഷീ ലാഫിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ ആക്കിയിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സെന്റൻസുകളെ ക്വസ്റ്റ്യൻസ് ആക്കി ചേഞ്ച് ചെയ്ത് മനസ്സിലാക്കുക. നമ്മൾക്ക് വേണ്ടി സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക്. 30 minutes every day, 30 minutes for what your aim എന്താണോ വെച്ചാൽ അതിനു വേണ്ടി 30 minutes without any distraction, otherwise 20 minutes every day without any distraction എന്നുള്ളത് എടുത്ത് നിങ്ങൾ മനസ്സിലാക്കണം. without any distraction 20 minutes dedicated to improve English level എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് ചെയ്താൽ you can achieve anything and everything.